ഇതാണ് കൊണ്ടോട്ടി കുറുപ്പത്തെ മേക്കാട്ട് സ്രാമ്പ്യ. ഏകദേശം 1.5 നൂറ്റാണ്ടിലധികം വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള ചെറിയൊരു നിസ്കാരപ്പള്ളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ടോട്ടി അങ്ങാടിയിലേക്ക് അരിമ്പ്ര, തലപ്പാറ എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നത് ഈ ഒരു പള്ളിയുടെ തൊട്ടടുത്ത് കൂടെയായിരുന്നു. ഒരു പക്ഷേ കൊണ്ടോട്ടിയിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് എന്ന് കൊണ്ടോട്ടിക്കാർക്ക് തന്നെ അറിയുമോ എന്ന കാര്യം സംശയമാണ്. ചുരുക്കി പറഞ്ഞാൽ അക്കാലത്ത് ഇതുവഴി കൊണ്ടോട്ടി അങ്ങാടിയിലേക്ക് പോയവർക്കും തിരിച്ചു പോയവർക്കും വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചെറിയൊരു നിസ്കാര പള്ളിയാണിത്. ഈ സ്രാമ്പി പള്ളിയുടെ ഈ ഒരു ഭാഗത്തു കൂടെ ആയിരുന്നു അത്രേ അന്ന് ആളുകൾ അരിമ്പ്ര, തലപ്പാറ എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വന്നിരുന്നതും തിരിച്ചു പോയിരുന്നതും. അതുപോലെ തന്നെ പള്ളിയുടെ ഈ ഒരു ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു കടയും നിലനിന്നിരുന്നു. എന്നാൽ നമുക്ക് ഈ ഒരു ചെറിയ പള്ളിയുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ടൊന്ന് നോക്കിയാലോ. പച്ചപ്പട്ടി വിരിച്ച പാടത്തിന് നടുവിലൂടെ കുങ്കുമച്ചാറണിഞ്ഞ നാട്ടുവഴിയോരത്ത് കൽപ്പടവുകളാൽ അലങ്കരിക്കപ്പെട്ട ചുറ്റുകുളത്തിന് സമീപം തലയെടുപ്പോടെ നിൽക്കുന്ന ചെറിയൊരു പള്ളി. നെൽപ്പാടങ്ങളും കവുങ്ങിൻ തോപ്പുകളും കൊണ്ട് ഹരിതവർണ്ണം ചൂടി സ്നേഹത്തിന്റെ സുഗന്ധം പൊഴിച്ചു നിൽക്കുന്ന ഗ്രാമമായ കൊണ്ടോട്ടി കുറുപ്പത്തെ കോയങ്ങാടിയുടെ ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു മനോഹര നിർമ്മിതി. 1800കളുടെ അവസാന കാലഘട്ടത്തിൽ മേക്കാട്ട് പോക്കർകുട്ടി ഹാജി എന്ന നാട്ടുകാരണവരാണ് ഈ പള്ളി നിർമ്മിച്ചത്. കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഏതോ കുടുംബ തർക്കത്തിൽ മധ്യസ്ഥത വഹിച്ചതിന് പ്രതിഫലമായി ലഭിച്ച പ്ലാവ് കൊണ്ടാണത്രേ അദ്ദേഹം ഈ പള്ളി നിർമ്മിച്ചത്. ഈ അടുത്ത് അറ്റകുറ്റപ്പണികൾക്കായി പള്ളിയിൽ നിന്നും ഓടുകൾ ഇറക്കിയപ്പോൾ 1910 ഓടുകളാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് പോക്കർ സാഹിബ് ഹജ്ജിന് പോയപ്പോൾ മക്കയിൽ വെച്ച് മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ മരുമകൻ പാലക്കുടത്ത് മുഹമ്മദ് ഹാജി കുറച്ചുകാലം പള്ളി പരിപാലിച്ചു. ശേഷം ദീർഘകാലം അദ്ദേഹത്തിന്റെ മകനായ മേക്കാട്ട് മൂസ ഹാജിയാണ് ഈ ഒരു പള്ളി പരിപാലിച്ചത്. അദ്ദേഹമാണ് പുറത്തെ പള്ളിയും ഹൗലും ഏർപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഹൗല് ഇവിടെയില്ല. ശേഷം KM പോക്കരിക്കുട്ടി, KM കമ്മുകുട്ടി, KM മുഹമ്മദ് അലി എന്നിവർ പള്ളി പരിപാലിച്ചു പോരുന്നു. പഴയ കാലത്ത് ഒരു ഉസ്താദിന്റെ കീഴിൽ ഇവിടെ ഓത്ത് പഠിപ്പിച്ചിരുന്നു. പണ്ട് മേലെ പാലക്കപ്പറമ്പിൽ നിന്നും മറ്റും കൊണ്ടോട്ടിയിലേക്കുള്ള പ്രധാന സഞ്ചാരപാതയും ഈ പള്ളിക്ക് സമീപത്ത് കൂടെയായിരുന്നു. ഈ പള്ളിക്കടുത്ത് ഒരു മദ്രസയുണ്ട്. പേര് മേക്കാട്ട് മദ്രസ. മദ്രസയുടെ തൊട്ടടുത്ത് ഒരു ചായക്കടയും ഉണ്ടായിരുന്നു. അന്ന് ഇവിടേക്ക് വന്നിരുന്ന പലരും പള്ളിക്കുളത്തിൽ വെച്ച് കുളിച്ച് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നാട്ടുകാര്യവും പറഞ്ഞ് തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് പോകും. അവിടെ നിന്നും ചായ കുടിച്ച് നേരെ അങ്ങാടിയിലേക്ക്. ഓർമ്മകളുടെ പൂക്കാലം കൊണ്ടും സമ്പന്നമാണ് മേക്കാട്ട് പള്ളി. അന്നത്തെ യുവതലമുറക്ക് ഹരമായിരുന്നു വ്യാഴാഴ്ച സ്വലാത്ത്. പ്രധാനമായും വയലോരങ്ങളോട് ചേർന്നിട്ടാണ് ഇത്തരം സ്രാമ്പി പള്ളികൾ നമുക്ക് കാണാൻ കഴിയുക. ഒന്നുകിൽ വയലോരങ്ങളിലൂടെയുള്ള നടവഴികൾ വഴി സഞ്ചരിക്കുന്നവർക്ക് നിസ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വയലിൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി. ഈ പള്ളി നിർമ്മിച്ച പോക്കർകുട്ടി ഹാജി ജീവിച്ചിരുന്ന കാലം. അന്ന് തീരെ നിസ്കരിക്കാത്ത ഒരാൾ സ്ഥിരമായി ഈ പള്ളിയുടെ കുളത്തിൽ വന്ന് കുളിക്കുമായിരുന്നു. അയാൾ പള്ളിക്കുളത്തിൽ വെച്ച് കുളിച്ചിട്ട് പോകുന്നു, പള്ളിയിൽ കയറി നിസ്കരിക്കാതെയും പോകുന്നു എന്ന് ആരോ പോക്കർകുട്ടി ഹാജിയോട് പറഞ്ഞു. എന്നാൽ അയാളെ നിസ്കരിപ്പിച്ചേ വിടൂ എന്ന് പോക്കർകുട്ടി ഹാജിയും. അങ്ങനെ അയാൾ കുളിക്കാൻ വന്നപ്പോൾ പോക്കർകുട്ടി ഹാജി അയാളോട് നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മനസ്സില്ലാ മനസ്സോടെ വുളു എടുത്ത് പള്ളിയിൽ കയറി മേക്കാട്ട് പോക്കർകുട്ടി ഹാജിക്കും വേണ്ടി അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് നിസ്കരിച്ച് ഒരൊറ്റ പാച്ചിലായിരുന്നു. പുതുക്കി പണിതു എങ്കിലും പഴമയുടെ തനിമ ഇന്നും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. മരം കൊണ്ട് നിർമ്മിച്ച ഈ ബോർഡ്, അല്ലെങ്കിൽ ഇതിന് പേരെന്താണ് പറയാന്നറിയില്ല, ഏതായാലും ഇതൊക്കെ വളരെ പഴക്കം ചെന്നതാണ്. അതുപോലെ അകത്തെ പള്ളിയുടെ അട്ടം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സീലിംഗ്, ഇതിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പള്ളിയുടെ മുൻഭാഗത്ത് കാണുന്ന കിണറും പള്ളി നിർമ്മിച്ച ആ കാലത്ത് തന്നെ ഉണ്ടാക്കിയതാകാനാണ് സാധ്യത. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നവീകരിച്ച ഈ ഒരു പള്ളി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെറിയ സ്രാമ്പി പള്ളിയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.